നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ പലതരത്തിലുള്ള നിബന്ധനകൾ തന്നെയാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രധാനമായും തൃശൂർ ലോക്സഭാ മണ്ഡലമടങ്ങുന്ന തൃശൂർ ജില്ലയിൽ ഇനി പൊതുയോഗങ്ങളും റാലികളും നടത്താൻ പാടുള്ളതല്ല. അതിൽ നിരോധനാജ്ഞ പുറത്തു വന്നിരിക്കുന്നു. അത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നു. ഇത് ലംഘിച്ച് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ കനത്ത പിഴയും തടവ് ശിക്ഷയും അനുഭവിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് തന്നെ തൃശൂർ ജില്ലയിൽ ഇങ്ങനെ പൊതുയോഗത്തെയും ഘോഷയാത്രകളെയും ഒക്കെ തന്നെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് ഏപ്രിൽ 24 തീയതി വൈകുന്നേരം 6 മണി മുതൽ ഏപ്രിൽ 26 വൈകുന്നേരം 6 മണി വരെയാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ലംഘിക്കാൻ പാടുള്ളതല്ല. ലംഘിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമുണ്ട്. ജാഥ, പൊതുയോഗം എന്നിവ വിളിച്ചു ചേർക്കുകയോ അവ നടത്തുകയോ പങ്കെടുക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ടെലിവിഷൻ, സിനിമ, റേഡിയോ, സമാനമായ മറ്റ് ഉപകരണങ്ങൾ, ആശയവിനിമയ സാധ്യതകൾ ഉൾപ്പെടെ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള പ്രചാരണങ്ങളും നിരോധിച്ചിട്ടുണ്ട്. സംഗീത കച്ചേരി, നാടക അവതരണം, മറ്റേതെങ്കിലും വിനോദ പരിപാടികളോ ഒക്കെ സംഘടിപ്പിച്ച് പൊതുജനങ്ങളെ അതുവഴി ആകർഷിച്ച് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കാരണവശാലും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. അതിന് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 1951 ജനപ്രാതിനിധി നിയമത്തിന്റെ 126 വ്യവസ്ഥകൾ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ഏതൊരു വ്യക്തിയും 2 വർഷം വരെ തടവിനും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാവുന്ന തരത്തിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും രാഷ്ട്രീയ പാർട്ടികളോ വ്യക്തികളോ ഇത് ലംഘിച്ച് മുന്നോട്ട് പോകാൻ പാടുള്ളതല്ല. ഇലക്ഷൻ മാറ്റർ, അതായത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യമെന്ന പ്രയോഗം തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നതോ അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതിന് വേണ്ടി കണക്ക് കൂട്ടുന്നതായിട്ടുള്ള ഏതൊരു കാര്യവും അർത്ഥമാക്കുന്നുണ്ട്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അഭിപ്രായ വോട്ടെടുപ്പിന്റെ സർവേയുടെ ഫലമോ സംബന്ധിച്ച് വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതുമൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും നിർദ്ദേശ വ്യവസ്ഥകൾ പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. അത് പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അത് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.